സ്നേഹം പ്രാർത്ഥിക്കാം. ഒരു നല്ല പ്രഭാതം നമുക്ക് ദാനം. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അനേകരും ആമേൻ ഹല്ലേലൂയ ഈ ദിവസം കാണാതെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ കർത്താവ് നമ്മെ ആമേൻ ഹല്ലേലൂയ പരിപാലിക്കുകയും കർത്താവ് നമ്മെ എത്രത്തോളം സൂക്ഷിക്കുകയും ചെയ്തല്ലോ. അല്പസമയം കർത്താവിന്റെ ആമേൻ മഹാകരുണയ്ക്കായ അവന്റെ ഹല്ലേലൂയ സ്നേഹത്തിനായ നമുക്ക് അല്പസമയം കർത്താവിനെ സ്തുതിക്കാം. കർത്താവേ, ഇന്ന് പകലിൽ ആമേൻ ഹല്ലേലൂയ കർത്താവ് ഞങ്ങളെ സൂക്ഷിക്കുന്ന വിധങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പാ. കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് ആമേൻ ഹല്ലേലൂയ ഞങ്ങളെ പരിപാലിച്ച, ഞങ്ങളെ സൂക്ഷിച്ച അവിടുത്തെ വിധങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, അവിടുത്തെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുന്നു. കർത്താവെ, വിവിധയിടങ്ങളിൽ നിന്ന് ആമേൻ ഗൂഗിൾ മീറ്റ് വഴിയായി ഞങ്ങൾക്ക് കൂടി വരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പാ. ഇന്ന് പ്രഭാതത്തിൽ ആമേൻ അവിടുത്തെ പാദപീഠത്തിൽ അല്പസമയമായിരുന്നു അങ്ങേ പാടി മഹത്വപ്പെടുത്തുവാൻ, അങ്ങേ സ്തുതിക്കുവാൻ, കർത്താവെ അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും കർത്താവെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് കർത്താവെ ഞങ്ങളെ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ ഹല്ലേലൂയ 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 ആമേൻ. അതുകൊണ്ടൊന്നും കർത്താവിന്റെ ആത്മാവ് ഞങ്ങളെ ഭരിച്ച് വഴി നടത്തുമാറാകണമേ. കർത്താവിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശുനാമത്തിൽ പിതാവേ. ആമേൻ ആമേൻ ആമേൻ. അല്പസമയം കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. സിസ്റ്റർ ജോമി വിനു അതിനു വേണ്ടി ക്ഷണിച്ചു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ തന്നെ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥനയുടെ തണലിൽ ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് ഇടയാക്കി വിലയേറിയ അവസരങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ജോയിനായിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാർ, കർത്താവിന്റെ ദാസിമാർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. നമുക്ക് നമ്മുടെ കർത്താവ് ഏത് സമയത്തും തുണയായി കൂടെയിരിക്കുന്ന, നമ്മുടെ കഷ്ടങ്ങളിൽ അടുത്ത തുണയായി കൂടെയിരിക്കുന്ന കർത്താവിനെ നമുക്ക് പാടി ഒരുമിച്ച് മഹത്വപ്പെടുത്താം. തുണയെനിക്കേശുവേ കുറവിനിയില്ലതാ, അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. തുണയെനിക്കേശുവേ കുറവിനിയില്ലതാ, അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. അവനെന്റെ സങ്കേതവും അവലംബവും കോട്ടയും, അവനിലാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ. അവൻ എന്റെ സങ്കേതവും അവലംബവും കോട്ടയും, അവനിലാകുലത്തിൽ
അവൻ മതിയാശ്രയിപ്പാൻ. പകയന്റെ കെണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും താൻ പകർന്നിടും കൃപമഴ പോൽ ശരണമവൻ തരും തൻ ചിറകുകളിൻ കീഴിൽ. പരിചയും പലകയുമാം പരമേനി പാരിടത്തിൽ ശരണമവൻ തരും തൻ ചിറകുകളിൻ കീഴിൽ. പരിചയും പലകയുമാം പരമേനി പാരിടത്തിൽ. വലവിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമായി നിന്നെന്നെ വല്ലവൻ കാത്തിടുമേ. വലവിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമായി നിന്നെന്നെ വല്ലവൻ കാത്തിടുമേ. ആകുലവേളകളിൽ ആപത്തു നാടുകളിൽ ആഗതനാമരികിൽ ആശ്വസിപ്പിച്ചിടുവാൻ. ആകുലവേളകളിൽ ആപത്തു നാടുകളിൽ ആഗതനാമരികിൽ ആശ്വസിപ്പിച്ചിടുവാൻ. തുണയെനിക്കേശുവേ കുറവിനില്ലതാ. അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. തുണയെനിക്കേശുവേ കുറവിനില്ലതാ. അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വീണ്ടും നമുക്ക് ദൈവത്തെ പാടി ആരാധിക്കാം. നമ്മെ നന്നായി അറിയുന്ന ഒരു ദൈവം നമുക്ക് ഉയരത്തിലുള്ളത് കൊണ്ട് കർത്താവിനോട് ചേർന്ന് ഓരോ ദിവസവുമായിരിക്കാൻ ഇടയാക്കട്ടെ. വീണ്ടും നമുക്ക് പാടി കർത്താവിനെ ആരാധിക്കാം. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. അമ്മ ഓമനിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. അമ്മ ഓമനിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. അമ്മ ഓമനിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. കാൽ കല്ലിൽ തട്ടാതെ ഞാൻ വീണു പോകാതെ തൻ ദൂതരുണ്ട് കാവലായി. കാൽ കല്ലിൽ തട്ടാതെ ഞാൻ വീണു പോകാതെ തൻ ദൂതരുണ്ട് കാവലായി. ഉള്ളം കരത്തിൽ എന്നെ വരച്ചിരിക്കുന്നതാൽ എനിക്കേതും ഭയമേയില്ല. ഉള്ളം കരത്തിൽ എന്നെ വരച്ചിരിക്കുന്നതാൽ എനിക്കേതും ഭയമേയില്ല. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. അമ്മ ഓമനി
ഓമനിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. അമ്മ ഓമനിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. എൻ മുഖം വാടില്ല, ലജ്ജിതനായി തീരില്ല, നിന്ദിച്ചവരുടെ മധ്യത്തിൽ. എൻ മുഖം വാടില്ല, ലജ്ജിതനായി തീരില്ല, നിന്ദിച്ചവരുടെ മധ്യത്തിൽ. വരും കാലമൊക്കെയും എൻ തല ഉയർത്തി നടത്തിയിടും അന്ത്യം വരെ. വരും കാലമൊക്കെയും എൻ തല ഉയർത്തി നടത്തിയിടും അന്ത്യം വരെ. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. അമ്മ ഓമനിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. അമ്മ ഓമനിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. എന്നാഥൻ വരവിൻ ലക്ഷണങ്ങൾ കാണുന്നേ അന്ത്യകാല സംഭവങ്ങളാ. എന്നാഥൻ വരവിൽ ലക്ഷണങ്ങൾ കാണുന്നേ അന്ത്യകാല സംഭവങ്ങളാ. എണ്ണ നിറച്ചീടാ കാത്തുകാത്തിരുന്നിടാ എൻ പ്രിയൻ വരവിനായി. എണ്ണ നിറച്ചീടാ കാത്തുകാത്തിരുന്നിടാ എൻ പ്രിയൻ വരവിനായി. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. അമ്മ ഓമനിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. അമ്മ ഓമനിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചോളാം. Praise the Lord. Hallelujah. ആമേൻ. കർത്താവിനെ ഇന്ന് പ്രഭാതത്തിൽ പാടി മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ലീഡിയമായ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അല്പസമയം നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് സമയങ്ങളെ വേർതിരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്ന ദിവസനിധാനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന ലീഡ് ചെയ്യുന്നതിനായിട്ട് കർത്താവിന്റെ ദാസൻ ബെൻസൺ ദാസൻ ദനിയൽ പാസ്റ്ററെ ക്ഷണിച്ചോളൂ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിൽ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്ന എൽദോബാസ് മറ്റെല്ലാ പ്രാർത്ഥനാ സഹായികൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്തി അറിയിക്കുന്നു. നമ്മുടെ ജീവിതത്തില് ഒരു നല്ല പകൽക്കാലം കൂടി ദൈവം ദാനമായി നൽകുവാനായി. ആമേൻ. സങ്കീർത്തനങ്ങൾ 48:14 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഈ ദൈവം എന്ന് ഉന്നയിക്കും നമ്മുടെ ദൈവമാകുന്നു, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി കേട്ട് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഓമനിക്കുന്ന പോലെ അപ്പത്താലിരിക്കുന്ന പോലെ ദൈവം തന്റെ ചിറകിന്റെ മറവില് നമ്മെ ഓരോ നിമിഷവും സൂക്ഷിക്കുന്നു. ആമേ. ഈ ദൈവം വാക്കും മാറാത്ത ദൈവമാണ്. നമ്മളെ കഷ്ടങ്ങൾ നമ്മുടെ ഏറ്റവും അടുത്ത തുണയായ കർത്താവ് ഓരോ നിമിഷവും നമ്മുടെ കൂടെ ഉണ്ടല്ലോ. പ്രാർത്ഥന വിഷയങ്ങളെ ഓർത്ത് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. സ്തോത്രം. നാം പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും കഴിഞ്ഞ നാളുകളൊക്കെ നിരവധി വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിപ്പടയായി. ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം ദൈവം അയക്കുവാനായിട്ട് ദൈവസ്നേഹം പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിൽ സ്ഥിരമായി നമ്മൾ ഓരോ വിഷയങ്ങള് എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. മാത്രമല്ല വൈകിട്ട് ദൈവമനസ് പ്രയർ ഫെലോഷിപ്പിലും വിശദമായി നമ്മൾ പ്രാർത്ഥന വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. പ്രഭാത പ്രാർത്ഥനയ്ക്ക് നമുക്ക് 1 മണിക്കൂറേ ഉള്ളൂ സമയം. 7 മണിയാകുമ്പോൾ നമ്മുടെ മീറ്റിംഗ് നിർത്തി പലർക്കും ജോലിക്കൊക്കെ കടന്നു പോകേണ്ടതാണല്ലോ. അപ്പോൾ സ്ഥിരമായുള്ള പ്രാർത്ഥന വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. പുതിയതായിട്ട് എന്തെങ്കിലും പ്രാർത്ഥന വിഷയങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പറയണം. പ്രത്യേകിച്ച് നമ്മള് നോർത്ത് ഇന്ത്യയുടെ ചില അത്യാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി സമയം എടുക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഹല്ലേലൂയ. വളരെ വടക്കേറ്റിലും
പല സ്ഥലങ്ങളിലൊക്കെ ആരാധന സംബന്ധമായ പല വിഷയങ്ങളുടെ സാന്ദ്രമായൊക്കെ ദൈവത്തെ ആരാധിക്കുന്നതൊക്കെ ഏറ്റവും ആവശ്യമാണല്ലോ. ആ വിഷയത്തിൽ നിന്ന് നമ്മൾ ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ആ വിഷയങ്ങൾ എടുത്തായിരിക്കും പ്രാർത്ഥിക്കുന്നത്. എന്നാൽ വളരെ അത്യാവശ്യമായി പറയേണ്ടതായ എന്തെങ്കിലും പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ അത് മാത്രം ഇന്ന് പറയണം. സ്തോത്രം. ബാക്കി സമയങ്ങള് നമ്മൾ പൊതുവായുള്ള ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണല്ലോ. അപ്പൊ അതുകൊണ്ട് അത്യാവശ്യമായി എന്തെങ്കിലും പ്രാർത്ഥന വിഷയം ഉണ്ടെങ്കിൽ രണ്ടുപേര് പറയണം. ആ വിഷയത്തിന് വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്തോത്രം. എന്തെങ്കിലും പ്രാർത്ഥന വിഷയങ്ങൾ ആരെങ്കിലും പറയാനുണ്ടോ? ഇല്ല എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പ്രിയ കഴിഞ്ഞ 2-3 ദിവസം നമ്മുടെ പ്രാർത്ഥന മീറ്റിങ്ങിൽ ജോയിൻ ചെയ്താകുന്ന പ്രിയ ദൈവദാസൻ, തിരുവനന്തപുരത്തെ കത്താനുവിലെ ദാസൻ, ദൈവദാനം പാസ് നമ്മുടെ പ്രാർത്ഥനാ ധ്വനിയുടെ കേരള യൂണിറ്റിന്റെ ചുമതല വഹിക്കാൻ പോകുന്ന ആ ദൈവദാസനാണ്. ആ ദൈവദാസന് കഴിഞ്ഞ ദിവസം ഒന്ന് വീണ് തന്റെ കാലിന്റെ തൊട ഇളകിപ്പോയി. അങ്ങനെ ഒരു വലിയ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ആ ദൈവദാസനായിരിക്കുന്നു. ഇന്നലെ എനിക്ക് തോന്നുന്നു മെനിങ്ങാന്ന് വരെ നമ്മുടെ മീറ്റിങ്ങിന് ജോയിൻ ചെയ്ത ആ ദൈവദാസനാണ്. വളരെ വിഷമത്തോടെ വളരെ ഭാരത്തോടെ ആ ദൈവത്തിന്റെ ദാസനായിരിക്കുന്നു. കർത്താവ് ഒരു അത്ഭുതം ആ പ്രിയ ദൈവദാസന മേല് ദൈവം അയക്കുവാനായിട്ട് നമുക്ക് ദൈവത്തിന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. രണ്ടാമതായി നാം പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയം പാസ്റ്റർ ടി.ഐ. എബ്രഹാം, ഷാനം ഫെലോഷിപ്പ് ചർച്ചിന്റെ സീനിയർ ശുശ്രൂഷകനാണ് ടി.ഐ. എബ്രഹാം പാസ്റ്റർ. കഴിഞ്ഞ ഞായറാഴ്ച കൊല്ലം ഷാനം സഭയെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വീഴുവാടയായി. അങ്ങനെ താൻ ഇപ്പോഴ് കൊട്ടിയം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ഈ 2 ദൈവദാസന്മാരുടെ മേലും അത്ഭുത സൗഖ്യ ദൈവം അയക്കുവാനായിട്ട് അല്പനിമിഷം നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാണ് ഭവനങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ കരം ഈ പ്രിയ ദൈവദാനം പാസ്റ്ററിന് മേലും ടി.ഐ. എബ്രഹാം പാസ്റ്ററിന് മേലും കർത്താവിന്റെ അത്ഭുതമേറിയ കാര്യം തൊട്ട് ദൈവം സൗഖ്യമാക്കുവാൻ, അവിടുത്തെ അടിപ്പിണരുകളാ നമുക്ക് സൗഖ്യമുണ്ടല്ലോ. ആ ദൈവത്തിന്റെ വിടുതല് പ്രിയ അഭിഷേക്തന്മാരുടെ മേൽ ദൈവം അയക്കുവാനായിട്ട് ദൈവത്തിനെ ആത്മാ പ്രേരിപ്പിക്കുന്ന ഒരാളുടെ ശബ്ദം എഴുതി പ്രാർത്ഥിച്ചാട്ട്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം 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 സ്തോത്രം. സ്നേഹവനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രാർത്ഥന ഈ പ്രഭാതത്തിലെ പ്രാർത്ഥിച്ച ലീഡേ വാങ്ങത്താനദാസന്മാരെ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ സ്തോത്രം കർത്താവേ. മനോഹരമായൊരു ഗാനം രാവിലെ കേൾക്കുവാൻ സഹായിച്ചതിനായി സ്തുതിക്കുന്നു കർത്താവിന്റെ ദാസനെ. പ്രാർത്ഥന വിഷയങ്ങളുടെ വാങ്ങത ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. പറയപ്പെട്ട വിഷയത്തെ തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളെ പ്രിയ ഇബ്രാഹിം പാസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. അപ്പാ നിന്റെ ദാസനെ ബലപ്പെടുത്തണമേ. പൂർണ്ണ സൗഖ്യത്തോടെ ഹോസ്പിറ്റലിൽ വിട്ട് ഭവനത്തിൽ പോകുവാൻ തിരുമനിടെ ആക്കുമാറാകണമേ. കഴിഞ്ഞ ദിവസം ശുശ്രൂഷ മധ്യത്തെ കർത്താവേ തനിക്കുണ്ടായ ആ ശാരീരിക പ്രയാസം നിമിത്തം ഹോസ്പിറ്റലായിരിക്കുന്ന കരുണ തോന്നണമേ. ശരീരത്തിന്റെ ഓരോ പ്രവർത്തന മേഖലകളെ സ്വർഗമാണ് നിയന്ത്രിക്കുന്നത് കർത്താവേ. തന്റെ അടിപ്പിണരാലുള്ള സൗഖ്യം തന്നെ ദാസന്റെ മേൽ അവിടെ നയിക്കുമാറാകണമേ. ദൈവത്തിന് സ്തോത്രം. ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തുന്നതിനെ സൗഖ്യമാക്കുന്ന യഹോവേ എന്ന് അങ്ങയുടെ വചനമാകിയാൽ അങ്ങയുടെ വചനം അയച്ച് തന്റെ അഭിഷിക്തന്മാർക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിടുതലിന്റെ കരം അവിടുന്ന് ചലിക്കുമാറാകണമേ. ദൈവദാനം എന്ന് പറഞ്ഞ ദേവദാസനായ സ്തോത്രം. പ്രിയപ്പെട്ട കർത്തൃദാസൻ കഴിഞ്ഞ ദിവസം വീണ് തന്റെ കർത്താവെ തുടയുടെ ഏപ്പ് കർത്താവ് ഇളകിയ അവസ്ഥയെ കുറിച്ച് പറയുവാനിടയായല്ലോ. വേദനയും വളരെ പ്രയാസവും നിന്റെ ശരീരത്തിലുണ്ട് കർത്താവെ. പൂർണ്ണമായ വിടുതല് അപ്പാ നീ കൽപ്പിക്കുമാറാകണമേ കർത്താവെ. അടിപ്പിണരുകളാലുള്ള സൗഖ്യം നിന്റെ ദാസന്മാരുടെ മേൽ സ്വർഗം അവിടുന്ന് കൽപ്പിക്കുമാറാകണമെന്ന് ഞങ്ങളൊക്കെയോട് പ്രാർത്ഥിക്കുകയാണ്. ദിവസങ്ങളില് കർത്താവെ നിന്റെ ദാസന്മാരെ എല്ലാം ദൈവം തന്റെ കൃപയുടെ മറവിലൂടെ മറയ്ക്കേണ്ടതിനായി സ്തോത്രം. അനർത്ഥമൊന്നും വ്യസന കാരണമാകാതെ ദൈവ കാക്കുന്ന അങ്ങയുടെ വിശ്വസ്തതയ്ക്കായി സ്തുതിക്കുന്ന 2 ദേവദാസന്മാരും എത്രയും പെട്ടെന്ന് പൂർണ്ണ സൗഖ്യത്തോടെ പൂർണ്ണ വിടുതലോടെ ഡിസ്ചാർജായി ഭവനത്തിലെത്തിയെന്ന് കേൾക്കുവാൻ സ്വർഗമിടയാക്കിടുമേ കർത്താവേ. പിന്നെയും പ്രാർത്ഥനയിൽ ഓർക്കുവാനിടെ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വപരിച്ചതിനായി സ്തോത്രം. വിടുതലയച്ചതിനായി സ്തോത്രം. അത്ഭുതം പ്രവർത്തിച്ചതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. കർത്താവിന്റെ അത്ഭുതകരം ദൈവമായ കൃപയ്ക്കായ നന്ദിയുള്ള ഹൃദയത്തോടെ നമ്മുടെ കർത്താവിനെ സ്തുതിച്ചാണ്. അടുത്തായിട്ട് നാം പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് കോട്ടയത്തുള്ള MJ ജോൺ പാസ്റ്ററിന്റെ മകൻ ജസ്വിന് കഴിഞ്ഞ ദിവസം തന്നെ ഓഫീസിലായിരിക്കുമ്പോൾ കസേരയിൽ നിന്ന് വീണ്
ഇന്നലെ ഒരു വലിയ ഓപ്പറേഷന് വിധേയമാടയായി ബിലീവേഴ്സ് ഹോസ്പിറ്റൽ ആ ഓപ്പറേഷൻ ഇന്നലെ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച വിഷയമാണല്ലോ. പൂർണ്ണമായ സൗഖ്യം പ്രിയ ജസ്റ്റിൻ മോന്റെ പേരിൽ ദൈവം അയക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അടുത്തായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ഇവാഞ്ചിസ്റ്റ് മിജോയി പാസിന്റെ അനേക നാളുകൾക്ക് ശേഷം ദൈവം കൊടുത്ത ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞിന് ശ്വാസ തടസ്സം ഉണ്ടായി, NICU-ലായിരുന്നു. സ്തോത്രം. കർത്താവ് ആ കുഞ്ഞിന് സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുന്നു. പൂർണ്ണമായ സൗഖ്യം ആ പ്രിയ പിഞ്ചു കുഞ്ഞിന്റെ മേല് ദൈവം അയക്കുവാനായിട്ട് ഈ രണ്ട് വിഷയത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ആദ്യമായി പറഞ്ഞ സ്തോത്രം ജോൺ പാസ്റ്ററിന്റെ മകൻ ജസ്വിന്റെ അപകടം ഉണ്ടായി, ഓപ്പറേഷൻ ഇന്നലെ കഴിഞ്ഞു. ആ പ്രിയ മോന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. രണ്ടാമതായിട്ട് മിജോയ് പാസ്റ്ററിന്റെ ഇപ്പോൾ ജനിച്ചതായ പ്രിയ കുഞ്ഞിന് പൂർണ്ണമായ വിടുതൽ, പൂർണ്ണമായ സൗഖ്യം ദൈവം അയക്കുവാനായിട്ട് ഈ രണ്ട് വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് അല്പ നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവത്തിന് വലിയ കാര്യം ദൈവം നീട്ടപ്പോതിനായി സ്തോത്രം. ഒരാൾ പ്രാർത്ഥിച്ചാട്ട് ആ വിഷയത്തെ ഓർത്തുകൊണ്ട് ഒരാൾ പ്രാർത്ഥിച്ചാട്ട്. സ്തോത്രം. സ്തോത്രം സ്തോത്രം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഈ പ്രഭാതത്തിൽ അപ്പച്ചന്റെ വാദപീഠത്തിലേക്ക് വരുന്ന കർത്താവേ, അപാസ്വതായ മോന്റെ വീഴ്ചയിൽ ദൈവാത്ഭുതം പ്രവർത്തിക്കണമേ. ദൈവമേ, ഇവിടുന്ന് പൂർണ്ണ ആരോഗ്യവും ബലവും നൽകണേ കർത്താവേ. ഓപ്പറേഷനൊക്കെ ഭംഗിയാക്കി തീർത്തതിനായി സ്തോത്രം. പിന്നെ തുടർന്നും പൂർണ്ണ വിടുതലോടെ ആരോഗ്യത്തോടെ എന്റെ ദൈവത്തെ സ്തുതിപ്പാനുള്ള കൃപ അവിടുന്ന് നൽകണേ. ശരീരത്തെ ബലപ്പെടുത്തണേ. അസ്ഥികളെയും മജ്ജകളെയും നാടിനരമ്പിനെയും സൃഷ്ടിച്ച ദൈവമാണ് അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കുഞ്ഞിന് പൂർണ്ണ വിടുതൽ നൽകണേ. ശ്വാസതടസ്സത്താൽ ഭാരപ്പെടുന്നു എന്റെ ദൈവം വലിയ ചെയ്യണമേ. മക്കളെ കോപം നൽകുന്ന ദാനമാണല്ലോ, ആ ദാനത്തെ അനുഗ്രഹിക്കണേ. പൂർണ്ണ ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവമേ അവിടുത്തെ സ്തുതിപ്പാൻ അവിടുന്ന് കൃപ നൽകണമേ. കുഞ്ഞിനെ അനുഗ്രഹിക്കണേ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നെന്ന് ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നീണ്ടായിരുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പറയാം. 19 വയസ്സുള്ള പ്രിയാസാമക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. 2 കിഡ്നിയിലും പഴുപ്പ് വ്യാപിച്ച് വളരെ ക്രിട്ടിക്കൽ ആ കുഞ്ഞായിരിക്കുന്നു. പൂർണ്ണമായ ഒരു സൗഖ്യം പ്രിയാസാമോടെ മേല് 19 വയസ്സുള്ള ആ പ്രിയ കുഞ്ഞിന്റെ മേല് കർത്താവിന്റെ അത്ഭുതമേറിയ കരം. എന്തെല്ലാം രോഗങ്ങളാണ്, നമ്മൾ പോലും അത്ഭുതപ്പെടുന്ന ചില രോഗങ്ങള്. 2 കിഡ്നിയിലും പഴുപ്പ് വ്യാപിച്ച് വളരെ പ്രയാസി കൂടി കടന്നു പോകുന്ന 19 വയസ്സുള്ള ആ പ്രിയ കുഞ്ഞിന്റെ മേൽ അത്ഭുതം പ്രവർത്തിപ്പാൻ ദൈവം തന്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി. നമുക്ക് മറ്റുള്ള വിഷയങ്ങൾ, നമുക്ക് ഒത്തിരി വിഷയങ്ങൾ പറയാനുണ്ട്. നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ പിള്ളേരുടെ കാര്യങ്ങൾ, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, ജോലിയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ടെങ്കിൽ തന്നെ നമ്മളൊരു നിമിഷം ചിന്തിച്ചു നോക്കിയാൽ നമ്മളെക്കാളും വളരെ പ്രയാസം അനുഭവിക്കുന്ന എത്രയോ പേരുണ്ടെന്നറിയാമോ? നമ്മുടെ ചുറ്റുപാട് എത്രയോ പ്രാർത്ഥന വിഷയങ്ങളാണെന്നറിയാമോ? പ്രാർത്ഥനയിലേക്കൊക്കെ കടന്നു വരുന്നത്. നിങ്ങളൊരു നിമിഷം ചിന്തിച്ചു നോക്കിയാട്ട് നമ്മുടെ വിഷയങ്ങൾ അല്പ നിമിഷം ഒന്ന് മാറ്റിവെച്ചിട്ട് ഈ വിഷയങ്ങൾക്ക് വേണ്ടി ഒന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാട്ട് നാം അറിയാതെ തന്നെ നമ്മുടെ അവസ്ഥകളെയും ദൈവം മാറ്റും. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം. 19 വയസ്സുള്ള ആ പ്രിയ കുഞ്ഞിന്റെ കിഡ്നി 2 പഴുപ്പ് വ്യാപിച്ച് പൂർണ്ണമായ ഒരു വിടുതല് ആ പ്രിയ കുഞ്ഞിന്റെ മേൽ ദൈവം അയക്കുവാനായിട്ട് നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് പാസ്റ്റർ ബിനു ബി ജോൺ ചക്കോട് കൊച്ചി സഭയിലെ ശുശ്രൂഷകനാണ്. തലച്ചോറിനകത്ത് ഇൻഫെക്ഷൻ വന്ന ദൈവദാസനുമായിരിക്കുന്നു. ഒരു പൂർണ്ണമായ സൗഖ്യം ആ പ്രിയ അഭിഷേകത്തിന്റെ മേലെ ദൈവം അയക്കുവാൻ സ്തോത്രം. പൂർണ്ണമായ വിടുതൽ ആ പ്രിയ ദൈവദാസൻ ഈ ദിവസകാലത്ത് അവന്റെ വേലയെ ദൈവശക്തമായി ഉപയോഗിക്കുന്ന ഒരു അഭിഷേകത്തിനാണ്. പൂർണ്ണമായ സൗഖ്യം ദൈവം അയക്കുവാൻ ഈ 2 വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് അല്പ നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്. ഹാലിൽ നമ്മൾ ഒരുമിച്ച് ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചാട്. ഓടുന്ന ദൈവത്തിന്റെ വചനമയച്ച് പ്രാണനെ അവനെ സന്ധി വഞ്ചകളെ വേർപിടിവിക്കുമ്പോൾ തുളച്ചില്ലെന്ന ദൈവാത്മാവിന്റെ അഭിഷേകം ഈ 2 വിഷയങ്ങളുടെ പേര് ദൈവം അയക്കുവാനായിട്ട് നമുക്ക് ഒരുമിച്ച് അക്സാമക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ബിനുപാസിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവാത്മാവ് പ്രേരിക്കുന്ന ഒരാൾ പ്രാർത്ഥിച്ച പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അപ്പാ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായി നന്ദിയോട്
നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഞങ്ങൾ പല ദേശത്ത് പല ഭവനങ്ങളിലായിരുന്നായിരിക്കുന്നുവെങ്കിലും അപ്പന്റെ പാദപീഠത്തിൽ ഞങ്ങൾ ഒന്നിച്ചു മുഴങ്കാല് മുടക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നതിനെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. പ്രിയ കർത്തദാസൻ പറഞ്ഞതായ വിഷയങ്ങളെ അപ്പന്റെ പൊന്നുകരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അപ്പൊ അച്ഛമോളക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങൾ ഒരു മനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങൾ ഏക മനസ്സോട് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവിന്റെ കരം ആ പൈതലിന്റെ മേലൊന്ന് പ്രവർത്തിക്കുമാറാകണമേ, അവളെ ഒന്ന് തൊടുമാറാകണമേ കർത്താവേ. പൈതലിന്റെ ഉച്ച തൊട്ടുള്ള കാല് വരെ എൻ്റെ യേശുവിന്റെ രക്തത്താലും വചനത്താലും അവളെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവിടെ കിഡ്നിക്കല്ല, അവിടെ ഉച്ച തൊട്ടുള്ള കാല് വരെ അവൾക്ക് എന്ത് കേടുപാടുകളുണ്ടോ, എന്ത് രോഗബന്ധനങ്ങളുണ്ടോ അപ്പ എൻ്റെ കർത്താവിന്റെ കരം ഒന്ന് തൊട്ട് പൈതലിന് പൂർണ്ണ വിടുതൽ കൊടുക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ 1 2 പേരെ ഇവിടെ കൂടുന്നുവോ അവരുടെ മധ്യേ ഞാനുണ്ടെന്ന് തിരുവചനത്തിലുണ്ടല്ലോ കർത്താവേ. എന്നാൽ ഞങ്ങളുടെ മധ്യേ എൻ്റെ കർത്താവ് കടന്നു വന്ന് ഞങ്ങൾ ഏത് വിഷയപ്പന്റെ പാദപീഠത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു അപ്പൊ ആ വിഷയത്തിനെല്ലാം അപ്പൻ മറുപടി തന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പൊ ചാലേലിയ അവളെ പൂർണ്ണമായൊരു വിടുതൽ കൊടുത്ത് എൻ്റെ ദൈവത്തിന് അധികം പ്രയോജനപ്പെടുവാൻ തക്കോണം എൻ്റെ കർത്താവ് പൈതലിനെ ബലപ്പെടുത്തുമാറാകണമേ കർത്താവേ. അഗ്നിയാതിലെ തൈലത്താലെ എൻ്റെ പൈതലിനെ അഭിഷേകം ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മുറിക്കുന്നവനും മുറിവ് കെട്ടുന്നവനും എൻ്റെ പ്രിയൻ തന്നെ ആകയാൽ സ്തോത്രം അപ്പ. എൻ്റെ കർത്താവ് പൈതലിനെ തൊട്ടതിനാല് അവിടെ കേടുപാടുള്ള സ്ഥാനത്തപ്പന്റെ കരം തൊട്ടതിനാല് സ്തോത്രം അപ്പ. വിടുതലപ്പൻ കൊടുത്തതിനാല് സ്തോത്രം കർത്താവേ. അപ്പൊ ചാലേലിയ മാതാപിതാക്കളുടെ വേദനകള്, ഭാരങ്ങള്, ദുഃഖങ്ങള് അപ്പൻ അറിയുന്നല്ല കർത്താവേ. അവർക്ക് ആശ്വാസം കൊടുക്കണേ കർത്താവേ. അടുത്ത ഫോൺ കോളൊക്കെ ഞങ്ങൾ കേൾക്കുമ്പോൾ പൈതലിന് പൂർണ്ണ വിടുതലുണ്ടെന്ന് കേൾക്കുവാൻ തക്കണം സ്വർഗത്തിലെ അപ്പച്ചൻ അങ്ങ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ അപ്പച്ചൻ അങ്ങനെ തന്നെ ചെയ്തിരിക്കുക സ്തോത്രം കർത്താവേ. അല്ലെങ്കിൽ പാസ്റ്റർ പറഞ്ഞ ആ കർത്തദാസനെയും അപ്പച്ചന്റെ പൊന്നുകരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പുള്ളിയുടെ അല്ലെങ്കിൽ തലച്ചോറിന് ഉണ്ടായതായ അല്ലെങ്കിൽ കർത്താവെ ആ ബാക്ടീരിയ അപ്പൊ ചാലയിൽ എന്തുവായാലും ഞങ്ങൾ അവിടെങ്ങളായിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവിന്റെ കരം തന്റെ ഭൃത്യനെ ഒന്ന് തൊടുമാറാകണമേ കർത്താവെ. പൂർണ്ണമായൊരു വിടുതൽ എൻ്റെ കർത്താവ് കൊടുക്കുമാറാകണമേ കർത്താവെ. അനർത്ഥം വ്യസന ഹേതുവായി തീരാതെ അപ്പന്റെ കരം ഒന്ന് തൊടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പന്റെ വേലയിൽ വയൽ പ്രദേശങ്ങളിൽ അധ്വാനിക്കുന്ന തന്റെ ഭക്തന്മാരെല്ലാം അപ്പന്റെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ അവരെല്ലാം അല്ലെങ്കിൽ രോഗത്താലോ ഭാരപ്പെടുന്നു, ശാരീരിക മാനസിക ക്ലേശങ്ങളാൽ ഭാരപ്പെടുന്നു അപ്പ. പൂർണ്ണമായ എൻ്റെ കർത്താവ് വിടുതൽ കൊടുത്ത് ആശ്വാസം കൊടുത്ത് എൻ്റെ കർത്താവ് ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പൊ എൻ്റെ കർത്താവ് പ്രാർത്ഥന കേട്ടതിനാല് സ്തോത്രം. അപ്പന്റെ കരം തന്റെ വൃദ്ധിനെ തൊട്ടതിനാല് സ്തോത്രം. വിടുതലപ്പൻ കൊടുത്തതിനാല് സ്തോത്രം. മാനവും മഹത്വവും കർത്താവിന് വരവിനാ ഒരുക്കണം. സകലതും ജീവൻ വെച്ച് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. ദൈവം അയച്ച് ഈ പ്രിയ ദൈവദാസനെയും ആ പ്രിയ കുഞ്ഞിനെ ദൈവം സൗഖ്യമാക്കുവാൻ നമ്മുടെ ദൈവത്തിന് സ്തോത്രം പറയാം. സ്തോത്രം സ്തോത്രം ദൈവം അയച്ചതിനായി സ്തോത്രം. ഹല്ലേലൂയ ആമേൻ. ഗുജറാത്തിലെ ഹലോർ എന്ന് പറയുന്ന സ്ഥലത്തുള്ളായ സഭയിലെ ഒരു നേപ്പാളി സഹോദരന് വളരെ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബമാണ്. അവര് റോഡിലൊക്കെ ആഹാരം ഉണ്ടാക്കി വിറ്റ ആഹാരം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നോർത്ത് ഇന്ത്യയിലൊക്കെ വൈകിട്ട് ഈ പാനിപുരി, വട അങ്ങനെയൊക്കെയുള്ള നേപ്പാളി ആഹാരങ്ങളൊക്കെ വിറ്റ് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ ജോലി ചെയ്യുന്നതായ ഒരു കുടുംബമാണ്. ആ പ്രിയ സഹോദരന് മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ വീണ് ഇപ്പോഴ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5-6 മാസമായി അദ്ദേഹം ആ കിടപ്പിൽ തന്നെ കഴിയുകയാണ്. ഉപജീവന മാർഗങ്ങളൊക്കെ അടഞ്ഞു. അവരുടെ ജോലികളെല്ലാം ഇപ്പോൾ ബന്ധായി. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. വളരെ പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്നതായ നേപ്പാളി സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങി തിരിച്ചൊരു കുടുംബമാണ്. പൂർണ്ണമായ സൗഖ്യമാണ് നേപ്പാളി സഹോദരന്റെ മേൽ ദൈവം അയക്കുവാനായിട്ട്. അദ്ദേഹം എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിപ്പാൻ, കർത്താവിന്റെ സാക്ഷിയാക്കി ദൈവം മാനിപ്പാനായിട്ട് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ പ്രാർത്ഥന വിഷയം കാനഡയിലുള്ള പ്രിയ സഹോദരന്റെ പേര് ഞാൻ അങ്ങ് മറന്നുപോയി. അദ്ദേഹം ക്യാൻസർ രോഗത്താല് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലായിരിക്കുന്നു. പൂർണ്ണമായ സൗഖ്യം ആ പ്രിയ സഹോദരന്റെ മേലും ദൈവം അയക്കുവാനായിട്ട് നേപ്പാളി സഹോദരന് വേണ്ടിയും. രണ്ടാമതായി
ക്യാൻസർ രോഗത്താൽ കാനഡയിലായിരിക്കുന്ന ആ പ്രിയ സഹോദരന്റെ വിടുതലിന് വേണ്ടി നമുക്ക് അല്പനിമിഷം നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. നീതിമാന ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന ഫലിക്കുമല്ലോ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരു അത്ഭുതം ഈ രണ്ട് പ്രിയപ്പെട്ടവരുടെ മേലും ദൈവം അയക്കുവാൻ പോകുന്നതിനായി നമുക്ക് നന്ദിയോടെ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ആത്മാ പ്രേരിപ്പിക്കുന്ന ഒരാൾ പ്രാർത്ഥിച്ചാട്ട്. സ്തോത്രം. സ്തോത്രം കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, മഹാകാരുണ്യവാനും നിത്യനും പരിശുദ്ധനുമായിരിക്കും ഞങ്ങളുടെ നല്ല യേശു കർത്താവേ. അതിനെ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാത സമയത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യട്ടെ കർത്താവേ. അപ്പാ ഹല്ലേലൂയ. അപ്പന്റെ കരങ്ങളിലേക്ക് കർത്താവേ നാഥ പറയപ്പെട്ടിരിക്കുന്ന വിഷയത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അമ്മേ കർത്താവേ നാഥ, ഞങ്ങളുടെ അസ്ഥിയോട് അസ്ഥി, ഞങ്ങളുടെ മാംസത്തോട് മാംസവുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അപ്പന്റെ പാദപിടുത്തങ്ങൾ ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുകയാണ് കർത്താവേ. അതിനെ അവിടെ നിന്നാണ് പറഞ്ഞത്, എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് എനിക്ക് കരുണ തോന്നും, എനിക്ക് മനസ്സലിയണമെന്നുള്ളവനോട് എനിക്ക് മനസ്സലിവ് തോന്നുമെന്ന് അരുളി ചെയ്ത കർത്താവേ. അതിനെ മക്കളോട് കർത്താവിന് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ കർത്താവെ, കിടപ്പിലായിരിക്കുന്ന പ്രിയ നേപ്പാളി സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. അതിനെ ഹല്ലേലൂയ. അമ്മേ കർത്താവ് നിലവിളി കർത്താവ് അങ്ങയുടെ സന്നിധിയിലുണ്ടല്ലോ. ആമേകത്ത് അവിടുന്ന് വിടുതൽ നൽകുന്ന ദൈവമായിരിക്കാല് കഴിഞ്ഞ 6 മാസമായിട്ട് കർത്താവ് മകനും ഒരേ കിടപ്പിലായിരിക്കുന്നു. പരിശുദ്ധ പിതാവേ, നാഥാങ്ങൊന്നത്തോട് മാറണം കർത്താവേ. ദൈവമേ, അവരുടെ അവസ്ഥകളെ മുഴുവൻ കർത്താവെ അറിയുന്ന നല്ല ദൈവമേ. അപ്പായി മകന് കർത്താവ് പൂർണ്ണമായ ഒരു വിടുതല്, പൂർണ്ണമായ സൗഖ്യം കൊടുത്ത് കർത്താവെ തിന്മയെ കിടക്കയിൽ നിന്നൊന്ന് എഴുന്നേൽപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ കർത്താവ്, രോഗസൗഖ്യം അത് ഞങ്ങളുടെ അവകാശമാകുന്നുവല്ലോ. അങ്ങാണല്ലോ പറഞ്ഞിരിക്കുന്നത്, ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന്. അതെ കർത്താവെ, രോഗശാന്തിയും ആരോഗ്യവും കർത്താവെ ഈ പ്രിയപ്പെട്ട ദാസന്റെ മേൽ കർത്താവ് ഒന്ന് പകരുമാറകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ കർത്താവ്, മകനൊന്ന് എഴുന്നേൽക്കട്ടെ കർത്താവെ. ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവെ, ആമ്മേ കർത്താവ് മകനായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് ദൈവശക്തി കർത്താവെ അപ്പാ നിന്റെ മകന്റെ മേൽ കർത്താവ് ഒന്ന് പകരപ്പെടട്ടെ കർത്താവെ. ആമ്പേ കർത്താവ് തനിക്കായി തന്നെ കിടക്ക വിരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞതുപോലെ ആമ്പേ കർത്താവെ മകൻ കർത്താവ് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കട്ടെ. ആമ്പേ കർത്താവ് കാര്യങ്ങളൊക്കെയും ഒന്ന് നിവർത്തിക്കട്ടെ കർത്താവ്. ആമ്പേ തിരുമേനിയുടെ അത്ഭുതത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. ആമ്പേ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ആമ്പേ കർത്താവ് വീര്യ പ്രവൃത്തികളുടെ ദൈവമാണ്. ആമ്പേ കർത്താവ് അങ്ങൊന്ന് കൽപ്പിച്ചാൽ മതി, അത് അങ്ങനെ തന്നെ സംഭവിക്കും. ആമ്പേ കർത്താവ് അങ്ങ് അരുളി ചെയ്താല് അത് അങ്ങനെ തന്നെ സ്ഥാപിതമാകും. പിതാവേ, അങ്ങ് അവിടുന്ന് പ്രവർത്തിച്ചിരിക്കുക, സ്തോത്രം ചെയ്യട്ടെ. അതേപോലെ കനഡയുടെ ദേശത്തായിരിക്കുന്ന പ്രിയ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മ കർത്താവ് ക്യാൻസറിനാൽ വളരെയേറെ ഭാരപ്പെടുന്ന അപ്പച്ച ദൈവേ കാലങ്ങൾ കർത്താവ് അപ്പാ ഞങ്ങൾ കർത്താവ് കേൾക്കുകയും കാണുകയും അറിയുകയും ചെയ്യുന്നത് കർത്താവ് വളരെയേറെ ഭാരമുള്ള വിഷയങ്ങളാണ്. അപ്പാ ക്യാൻസർ എന്ന രോഗം കർത്താവ് വളരെയേറെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ പിതാവേ, അതിനെ മകനെ കർത്താവ് അങ്ങ് അവിടുന്ന് അറിയുന്നുവല്ലോ. അപ്പസിനെ അത് എത്ര സീരിയസ് ആകുന്നുവെങ്കിലോ ആമ്പേ കർത്താവിൽ നിന്നും പൂർണ്ണമായി വിടുതൽ കൊടുത്ത് ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ കാലിൽ നിർത്തുവാന് എന്റെ ദൈവശക്തനായിരിക്കാലോ. ആമ്പേ കർത്താവിന്റെ മകന്റെ ശരീരത്തിന്റെ മേല് അങ്ങയുടെ കരമുളന്ന് വെക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ആമ്പേ കർത്താവ് രോഗക്കിടക്ക വിട്ട് എഴുന്നേൽക്കട്ടെ കർത്താവ്. ആമ്പേ സൗഖ്യത്തോടെ നായി തീരട്ടെ കർത്താവ്. അപ്പൊ ഈ 2 വിഷയങ്ങളുടെ മേലും അങ്ങ് അവിടുന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞിരിക്കുക, സ്തോത്രം ചെയ്യുന്നു. അങ്ങ് അവിടുന്ന് പ്രാർത്ഥനകളെ യാചനകളെ കൈക്കൊണ്ടിരിക്കുക, സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഈ 2 വിഷയങ്ങളുടെ ഒരു അത്ഭുത സൗഖ്യം ദൈവം അയക്കുവാൻ ആ പ്രിയ നേപ്പാളി സഹോദരന് പൂർണ്ണമായ സൗഖ്യത്തോടെ എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ക്യാൻസർ രോഗത്തിൽ ഭാരപ്പെടുന്ന ആ പ്രിയ സഹോദരനെ ദൈവ സൗഖ്യം 2 വിഷയത്തിന്മേലും കർത്താവ് അത്ഭുതം പ്രതികൃതയ്ക്കായി നമുക്ക് നന്ദിയുടെ പലവിധമായ മാരകമായ പല രോഗങ്ങൾ, പ്രത്യേകിച്ച് ക്യാൻസർ രോഗം ഇന്ന് ശക്തിയോടെ വ്യാപിക്കുന്നുണ്ട്. എത്രയോ കുഞ്ഞുങ്ങൾ പോലും അതിന് അടിമകളാകുന്നുണ്ട്. സ്തോത്രം. ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലും ആഹാര പദാർത്ഥങ്ങളിൽ കൂടിയൊക്കെ ഇഷ്ടംപോലെ വിഷാംശങ്ങളൊക്കെ ഇഷ്ടംപോലെ ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കുന്നൊക്കെ ഡോക്ടർമാർ പറയുമ്പോൾ ഇപ്പോൾ ഫ്രൂട്ട്സിനകത്ത് പോലും വിഷമുള്ള ഒരു അവസ്ഥയാണ്. പച്ചക്കറികളൊക്കെ ഇഷ്ടംപോലെ കഴിക്കാൻ പറഞ്ഞപ്പോൾ ഇപ്പോൾ വിശ്വസിച്ച് പച്ചക്കറികൾ പോലും കഴിക്കാൻ പറ്റാത്ത നിലയിൽ വിഷാംശം നിറഞ്ഞ പച്ചക്കറികളൊക്കെയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്രൂട്ട്സുകളിൽ പോലും വിഷങ്ങളാണ്. കാരണം ഈ ആഹാരങ്ങളൊന്നും കേടുകൂടാതെ അതിനകത്ത് കുറച്ചു നാൾ കൂടി അത് ഉപയോഗിക്കുവാൻ വേണ്ടി മാരകമായ പല വിഷാംശങ്ങളൊക്കെ മരുന്നുകളൊക്കെ അതിനകത്ത് അളിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മളൊക്കെ കഴിക്കുന്നത്. പക്ഷെ നമ്മുടെ ജീവനെ നിലനിർത്തുന്ന കർത്താവ് മാത്രമാണല്ലോ. എന്നാൽ ഈ ക്യാൻസർ രോഗം വളരെ ശക്തിയോടെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്.
വിശ്വസിച്ചപ്പോ ഒന്നും കഴിക്കാൻ പോലും അവസ്ഥയിൽ കൂടിയാണല്ലോ ആയിരിക്കുന്നത്. എന്നാൽ കഴിക്കാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. നമുക്ക് കഴിക്കേണ്ട, മനുഷ്യന് ജീവിക്കണമെങ്കിൽ ആഹാരം ആവശ്യമാണ്, വെള്ളം ആവശ്യമാണ്, ശ്വാസം ആവശ്യമാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ക്യാൻസർ രോഗം ഇപ്പൊ ശക്തിയോടെ വ്യാപിക്കുന്നത് എത്ര പേരാണെന്നറിയാമോ ഈ രോഗത്തിന് അടിമകളായിരിക്കുന്നത്. എന്റെ കൂടെ തന്നെ പഠിച്ചായ ചിലരൊക്കെ ഈ രോഗത്താലൊക്കെ കഴിയുന്നെന്നൊക്കെ കേൾക്കുകയുണ്ടായി. പല ട്രീറ്റ്മെന്റുകൾ ചെയ്യുമ്പോൾ അതിൻ്റെതാവുന്ന കീമോ ചെയ്യുമ്പോൾ അതിൻ്റെതാവുന്ന വേദനകള്, ഇഷ്ടംപോലെ പൈസകള് മുടക്കുന്നുണ്ട്. ശാരീരികമായി മാനസികമായി തകർന്ന് വല്ലാത്ത പ്രയാസത്തിൽ കഴിയുന്ന ഒത്തിരിയും ക്യാൻസർ രോഗികള് നമുക്ക് അറിഞ്ഞും അറിയാതെയുള്ള എത്ര പ്രിയപ്പെട്ടവരുണ്ടെന്നറിയാമോ. അതുപോലെ കിഡ്നി രോഗത്താൽ കഴിയുന്നവര് ചില വർഷങ്ങൾക്ക് ഞങ്ങളുടെ സഭയിൽ വന്നതായ ഒരു അച്ചായന്റെ കിഡ്നി അങ്ങ് വലുതായി, അവസാനം 2 കിഡ്നി അങ്ങ് ഫെയിലായി. സ്തോത്രം. 3 കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ട് സഹിച്ച് താൻ ഗൾഫിൽ പോയതാണ്. ഈ കിഡ്നിയുടെ പ്രയാസം കാരണം താൻ നാട്ടിൽ കടന്നു വരുവാടയായി. അങ്ങനെ ഇവിടെ ജോലി കടന്നു വന്നു, തന്റെ കിഡ്നി മാറ്റിവെച്ചു. സ്തോത്രം. 3 പെൺകുഞ്ഞുങ്ങളാണ്. 3 കുഞ്ഞുങ്ങളുടെയും പഠിത്തമൊക്കെ ഒരുമാതിരിയൊക്കെ നടക്കുവാനായിട്ടിടയായി. എന്നാൽ 2 വർഷമേ താൻ ജീവിച്ചുള്ളൂ. അത് കഴിഞ്ഞ് താൻ അങ്ങ് മരിക്കുവാനിടയായി. അങ്ങനെ കിഡ്നി സംബന്ധമായ രോഗത്താൽ കഴിയുന്ന എത്രയോ പ്രിയപ്പെട്ടു, ക്യാൻസർ രോഗത്താൽ, ബ്രെയിൻ ട്യൂമറാൽ കഴിയുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്. ഹാർട്ട് സംബന്ധമായ പ്രയാസത്താൽ, പണ്ട് ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ വയസ്സ് ചോദിക്കത്തില്ല. ഇന്ന് ഹാർട്ട് അറ്റാക്ക് വന്നെന്ന് ചോദിക്കുമ്പോൾ എത്ര വയസ്സായെന്ന് ചോദിക്കും. കാരണം 30-45 വയസ്സൊക്കെ ഉള്ളവര് ഒക്കെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ കഴിയുന്ന എത്രയോ പ്രിയപ്പെട്ടവര് നമ്മൾ അറിഞ്ഞും അറിയാതെ പലവിധമായ ഇൻഫെക്ഷനായി പലവിധമായ രോഗങ്ങളാലൊക്കെ കഴിയുന്നവരുണ്ട്. നമുക്ക് അല്പനിമിഷം അവരൊക്കെ ഓർത്തൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ക്യാൻസർ രോഗത്താൽ, ബ്രെയിൻ ട്യൂമറാൽ, കിഡ്നി സംബന്ധമായ രോഗത്താൽ കഴിയുന്നവരൊക്കെ ഓർത്ത് നമുക്ക് അല്പനിമിഷം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിനെ ആത്മാ പ്രേരിപ്പിക്കുന്ന ഒരാളൊന്ന് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. സ്തോത്രം സ്തോത്രം സ്തോത്രം. സർവ്വസ്നേഹം നല്ല പിതാവേ, അല്പസമയം ദൈവത്തിന്റെ പാതപീഠത്തിലായിരിക്കാൻ ദൈവം ഞങ്ങളെ സഹായിച്ചവയ്ക്കായി സ്തോത്രം ചെയ്യണമേ. ഹല്ലടിനെ താഴ്ത്തി ഏൽപ്പിക്കുന്നുണ്ട്, കുറവൊന്നും കണക്കിടരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നു വിഷയങ്ങൾക്ക് ദൈവം മറുപടി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം പലവിധ വ്യാധികളാൽ, പലവിധ രോഗങ്ങളാൽ ഹലിൽ ഒത്തിരി പേർ ഭാരപ്പെടുന്നു. യേശുപ്പച്ച ക്യാൻസർ അങ്ങനെ തുടങ്ങിയ ദൈവമേ, ഹല്ലേലൂയ, വലിയ രോഗങ്ങളുണ്ട് അപ്പാ. ഹല്ലേലൂയ, അതിനൊക്കെയും യേശുപ്പച്ച പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ. ദൈവത്തിന്റെ വചനത്തിൽ ദൈവം എഴുതി വെച്ചിരിക്കുന്ന സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ചവൻ, നമ്മുടെ ഹല്ലേലൂയ വേദനകളെ ചുമന്നവനപ്പാ. ഈ രോഗങ്ങളെ അങ്ങ് വഹിക്കണമേ. ഈ ദൈവമേ, അവരുടെ വേദനകളെ അങ്ങ് ചുമക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഹല്ലേലൂയ, അങ്ങനെയുള്ളവരെ ദൈവം പൂർണ്ണമായി സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അടിപ്പിണരാൽ, അങ്ങയുടെ വലങ്കരത്താൽ അവരെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. ഹല്ലേലൂയ, അതേമേ രോഗസംബന്ധമായ സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് അപ്പാ. ഹല്ലേലൂയ, അവരുടെ ചികിത്സകൾക്കും മറ്റും ദൈവമേ ഹല്ലേലൂയ, ദൈവമേ സാമ്പത്തികമായിട്ട് ദൈവമേ അവർ ഹല്ലേലൂയ കഷ്ടപ്പെടുന്നുണ്ട് ദൈവം. എന്നാൽ അവരൊക്കെയും കരുതണമേ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങേക്ക് അസാധ്യമായതൊന്നുമില്ല അപ്പാ. ഹല്ലേലൂയ, ദൈവമേ അങ്ങയുടെ വലം കൈയാൽ ദൈവമേ അവരെ പിടിച്ച് അവരെ തൊട്ട് സൗഖ്യമാക്കണേ. അങ്ങയുടെ അടുത്ത് വന്നവരാരും ദൈവമേ പകുതി സൗഖ്യമായിട്ടോ ഇച്ചിരി സൗഖ്യമായിട്ടോ പോയിട്ടില്ല അപ്പാ. പൂർണ്ണ വിടുതൽ പ്രാപിച്ചാണ് എല്ലാവരും മടങ്ങിയിട്ടുള്ളത് അപ്പാ. ഹല്ലേലൂയ, അവരൊക്കെയും ഓർത്ത് ദൈവമേ അങ്ങൊന്ന് തൊട്ട് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ക്യാൻസറും അങ്ങനെയുള്ള മാരകമായ രോഗങ്ങൾ വഹിക്കുന്നു അവരുടെ വേദന അപ്പാ അവർക്ക് മാത്രമേ അറിയാവൂ അപ്പാ. പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണപ്പാ ദൈവ. ഹല്ലേലൂയ, ഇങ്ങനെയുള്ള ദൈവമേ കിഡ്നി, ഹല്ലേലൂയ, അങ്ങനെയുള്ള എല്ലാ ബോഡി പാർട്സിലെയും പല പല ദൈവമേ ഞങ്ങൾ അറിയാത്ത പല ദൈവമേ വിവിധ രോഗങ്ങളുണ്ടപ്പാ. അതൊക്കെയും അങ്ങ് സൗഖ്യമാക്കണമേ. അങ്ങ് സൗഖ്യം വരുത്തി അവരൊക്കെയും സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. ഹല്ലേലൂയ, ഞങ്ങളിപ്പോൾ ഒരുമനപ്പെട്ട് ഐകമത്യപ്പെട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആകാശം ചായച്ചത് അവർക്ക് വേണ്ടി ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയായി സ്തോത്രം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ദൈവം അയച്ചു സൗഖ്യത്തിന്റെ കരം ഓരോ പ്രിയപ്പെട്ട മക്കളുടെ മേലെ ദൈവം അയക്കുക. നമുക്ക് സ്തോത്രം പറയാം. സ്തോത്രം, സ്തോത്രം. പറഞ്ഞായിരുന്നല്ലോ, എന്തെങ്കിലും വളരെ അത്യാവശ്യമായിട്ട് ഇന്ന് എന്തെങ്കിലും പ്രാർത്ഥന വിഷയങ്ങള് പറയാനുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാട്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രാർത്ഥിച്ച വിഷയങ്ങളെ ഓർത്ത് നമ്മൾ കണ്ടിന്യൂ പ്രാർത്ഥിക്കുന്നുണ്ട്. വൈകിട്ട് വുമൻസ് പ്രയർ ഫെലോഷിപ്പിന് സഹോദരിമാര് മണിക്കൂറോളം എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തെങ്കിലും അത്യാവശ്യമായ വിഷയം ഇന്ന് പറയണം, അതിന്റെ ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പറയാനുണ്ടോ ആർക്കെങ്കിലും? ഇന്നലെ ഏഞ്ചലിനോട് എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചു. കുഞ്ഞിന്റെ എക്സാം നന്നായിട്ട് എഴുതാന് ദൈവം കുഞ്ഞിന് ഭാഗ്യം കൊടുത്തു. വീണ്ടും കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കൾക്കും ദൈവനാമത്തിലുള്ള നന്ദി പറയുന്നു. ഓക്കെ.
പ്രൈസ് ലോർഡ്. പാസ്റ്ററെ, ഹസ്ബൻഡ് തങ്കച്ചായനാണെങ്കിൽ ഇന്ന് ഹോസ്പിറ്റലിൽ പോവാണ്. കണ്ണിന്റെ വലത്തെ കണ്ണ് 2 ദിവസമായിട്ട് കാഴ്ച കുറവാന്ന് പറയുന്നു. എന്താണെന്ന് അറിയത്തില്ല. ഞങ്ങൾ ഇന്ന് പോകുന്നുണ്ട് ഹോസ്പിറ്റലിൽ. അതറിയാനായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം, എല്ലാം നോർമലാകാൻ വേണ്ടി. ഓക്കെ. മറ്റേതിന് പ്രാർത്ഥന എന്തെങ്കിലും ഉണ്ടോ? പ്രാർത്ഥന വിഷയങ്ങള് ഇനി നമുക്ക് നോർത്ത് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് മുമ്പായിട്ട് എന്തെങ്കിലും പ്രാർത്ഥന വിഷയങ്ങൾ അത്യാവശ്യമായിട്ട് പറയാനുണ്ടോ? ഈ 2 പ്രാർത്ഥന വിഷയങ്ങളുടെ മേലും കർത്താവ് അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്നതിനാണ് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഏഞ്ചലിന്റെ കർത്താവെ നല്ല രീതിയിൽ എക്സാം എഴുതുവാൻ ദൈവം സഹായിച്ചല്ലോ. ദൈവം അത്ഭുതം പ്രവർത്തി കൃപയ്ക്കായി സ്തോത്രം. പ്രിയ തങ്കച്ചനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹോസ്പിറ്റൽ ചെക്കപ്പിന് വേണ്ടി പോകുന്നു. ഒരു അത്ഭുതത്തിന്റെ വിടുതൽ യേശുവിന്റെ നാമത്തിൽ ദൈവമായി ചാട്. യഹോവ, ഞങ്ങൾ ഈ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. കർത്താവെ, അങ്ങ് അത്ഭുതം പ്രവർത്തി കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ സഹോദരിമാര് കർത്താവെ ചില ദിവസങ്ങളായി പറയുന്ന പ്രാർത്ഥന വിഷയങ്ങളുണ്ട് കർത്താവെ. അവരുടെ തലമുറയുടേതാകുന്ന വിഷയങ്ങൾ കർത്താവെ, ഭവനത്തിന്റെ വിഷയങ്ങൾ, കടപ്പാലത്തിന്റെ വിഷയങ്ങള്, ആ വിഷയങ്ങളുടെ എല്ലാം ദൈവം അത്ഭുതം പ്രവർത്തിക്കണമേ കർത്താവെ. ലൈസൻസ് സംബന്ധമായി കർത്താവെ പല ടെസ്റ്റുകളും ഫെയിലായ പല കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. അടുത്ത ടെസ്റ്റിന് അവർ പാസ്സാകട്ടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ വിദേശ രാജ്യങ്ങളുള്ള പല കുഞ്ഞുങ്ങളുണ്ട്, നാട്ടിലുള്ള കുഞ്ഞുങ്ങളുണ്ട് കർത്താവ്. ലൈസൻസ് പല പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ടും കർത്താവ് ടെസ്റ്റിലൊക്കെ ഫെയിലായവരുണ്ട് കർത്താവ്. അടുത്ത പ്രാവശ്യം അവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ നോർത്ത് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ അനേക ദൈവദാസന്മാര് സ്തോത്രം. 50 അല്ല, അതിൽ കൂടുതൽ അധികമായ ദൈവദാസന്മാര് സ്തോത്രം. 80-ലധികമോളം ദൈവദാസന്മാരും ദൈവമക്കളും ഒക്കെ ജാമ്യമില്ലാത്ത കേസ് ചുമത്തി അവരൊക്കെ ജയിലിൽ കിടക്കുന്നുണ്ട്. സ്വന്തം കുഞ്ഞുങ്ങളെ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിൽ കഴിയുന്നുണ്ട്. സ്തോത്രം. ദൈവദാസന്മാരെ എത്രയും പെട്ടെന്ന് കർത്താവ് മോചിപ്പിക്കുവാൻ, ദൈവസഭകളെ തകർക്കുവാൻ ശത്രു പല നിലയിൽ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ ദൈവത്തിന്റെ കരം ദൈവം അയക്കുവാനായിട്ട് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് സുവിശേഷത്തിന് സ്വാതന്ത്ര്യമില്ലാത്ത രാജ്യങ്ങളുണ്ട്. അവിടെയും ദൈവീയ സാന്നിധ്യം ദൈവം അയക്കുവാൻ, സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ വേണ്ടി ദൈവജനത്തെ കർത്താവ് എന്റെ ജനത്തെ ആരാധിപ്പാൻ വിട്ടയക്കുക എന്നുള്ള ദൈവ ശബ്ദം ഓരോ രാജ്യങ്ങളുടെ മേലും, പ്രത്യേകിച്ച് സുവിശേഷ സ്വാതന്ത്ര്യമില്ലാത്ത രാജ്യങ്ങളുടെ അധികാരികളോട് പരിശുദ്ധാത്മ വിടപെടുവാൻ, ജയിലിൽ കിടക്കുന്ന ദൈവദാസന്മാര് ദൈവമക്കളെല്ലാം അവര് മോചനം പ്രാപിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ, ആരാധനയിൽ പങ്കെടുക്കുവാൻ ദൈവം അവസരം കൊടുക്കുവാനായിട്ട് പ്രാർത്ഥിക്കാം. പലയിടങ്ങളിലും സുവിശേഷ വിരോധികൾ ദൈവസഭകൾ തകർക്കുന്നു. ഛത്തീസ്ഗഡിലെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടതാണല്ലോ. അങ്ങനെ പല സ്ഥലങ്ങളിലും പല പ്രശ്നങ്ങളും ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പല കുറ്റങ്ങൾ ചുമത്തി ദൈവദാസന്മാരെ ജയിലടയ്ക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് സുവിശേഷ വിരോധികളെയൊക്കെ സുവിശേഷ സ്നേഹികളാക്കി മാറ്റുവാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ വിഷയത്തെ വഹിച്ചുകൊണ്ട് ഒരാൾ പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവെ, മഹാനിത്യനും പരിശുദ്ധ യജമാനമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, എൻ്റെ അപ്പച്ച, പിന്നെ അപ്പച്ച ഹല്ലേലൂയ, പറയപ്പെട്ട വിഷയങ്ങളുമായിട്ടപ്പ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി കർത്താവെ, ദാസന്റെ കണ്ണജമാന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണജമാന്റെ കയ്യിലേക്ക് എന്നപോലെ അപ്പച്ച ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ ഹോയിലേക്ക് അവിടെ ഞങ്ങളോട് കൃപ ചെയ്യുമ്പോൾ അപ്പ ഞങ്ങൾ അങ്ങേ തന്നെ നോക്കിക്കൊണ്ടിരുന്ന കർത്താവെ, അങ്ങല്ലാതെ ഞങ്ങളെ സഹായിപ്പാൻ, ഞങ്ങൾ രക്ഷിപ്പാൻ, ഞങ്ങൾ വിടിപ്പാൻ ഞങ്ങൾക്ക് മറ്റാരുമില്ല കർത്താവെ. മനുഷ്യന്റെ സഹായം വ്യർത്ഥമായി, എന്നാൽ ദൈവത്താൽ ഞങ്ങൾ വീര്യം പ്രവർത്തിക്കും. അവിടുന്ന് തന്നെ ഞങ്ങളുടെ വൈരികളെ നിരിച്ചു കളയുന്ന യഹോവ എന്നൊരു മനസ്സിലുണ്ടല്ലോ അപ്പച്ച. കർത്താവെ അപ്പാ ദൈവത്തേക്ക് തന്നെ നോക്കി കർത്താവെ, സ്തോത്രം. കർത്താവെ, നോർത്ത് ഇന്ത്യക്കായി ദൈവമേ അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ മഹത്വപ്പെടുത്തുന്നു കർത്താവെ. അപ്പാ ഞങ്ങൾക്ക് കടന്നു എന്ന് കർത്താവെ പ്രവർത്തിപ്പാൻ കഴിയാത്ത സ്ഥാനത്ത് കർത്താവെ അനേക ദേവദാസന്മാര് കർത്താവെ കുടുംബമായിട്ട് കർത്താവെ അവിടെയൊക്കെ പ്രവർത്തിച്ച് കർത്താവെ അങ്ങയുടെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു കർത്താവെ. കർത്താവെ, സുവിശേഷ വിരോധികളിൽ നാളിൽ കർത്താവെ ദൈവമക്കൾക്കും ദൈവസഭകൾക്കും ദൈവദാസന്മാർക്കും എതിരായിട്ട് വാടക കോരിയിരിക്കുന്ന അവസ്ഥകളാണ് കർത്താവെ. കാരണം കൂടാതെ അപ്പച്ച കേസ് ഉണ്ടാക്കി കർത്താവെ അപ്പ അവരെ ജയിലറിൽ അടച്ചിരിക്കുന്ന അവസ്ഥയാണല്ലോ സ്വർഗത്തിലെ ദൈവമേ. കർത്താവെ, അങ്ങേക്ക് മാത്രമേ അവരെ വിടുവിച്ചെടുക്കാൻ കഴിയുള്ളൂ കർത്താവെ. ഏത് സ്ഥാനത്തും അപ്പ എവിടെയും അപ്പത്തിന് പ്രവർത്തിപ്പാൻ കഴിയും. അവിടുന്ന് കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലെ തന്റെ ശുശ്രൂഷന്മാരും ആക്കുന്ന ദൈവമാണല്ലോ കർത്താവെ. മനുഷ്യനെ കടന്ന് പ്രവർത്തിപ്പാൻ കഴിയാത്ത സ്ഥാനത്ത് അപ്പത്തിന് പ്രവർത്തിപ്പാൻ കഴിയുമല്ലോ കർത്താവെ. യഹോവേ, ബലവാനും ബലഹീനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ അങ്ങല്ലാതെ മറ്റാരുമില്ലല്ലോ കർത്താവെ. ദൈവമേ അപ്പ ആ ദൈവദാസന്മാരൊക്കെ കർത്താവെ എത്രയും പെട്ടെന്ന് കർത്താവെ ആ ജയിലറുകളിൽ നിന്ന് കർത്താവെ പുറത്തു വന്ന് കർത്താവെ തങ്ങളുടെ കുടുംബങ്ങളോട് ചേർന്ന് കർത്താവെ പൂർവാധികം ശക്തിയോടെ അങ്ങയുടെ വേല കർത്താവെ
ചെയ്തെടുപ്പാൻ തക്കൊണ്ട് സ്വർഗത്തിലെ ദൈവമേ അവിടുന്ന് അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ പിതാവിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ. അങ്ങ് പറഞ്ഞല്ലോ, അങ്ങ് അവിടുത്തെ മഹത്വം മറ്റൊരുത്തനും അവിടുത്തെ സ്തുതി വിഗ്രഹങ്ങൾക്ക് വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞു. ദൈവമേ, അങ്ങേക്ക് തരേണ്ടുന്ന മുഴുവൻ മഹത്വവും കർത്താവേ അപ്പാ തന്ന് കർത്താവേ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടായിരിക്കാൻ നോക്കണം. ആ സുവിശേഷ വിരോധികൾക്കും ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല ഹൂസീമവാസികളുമായുള്ളവരെ എങ്കിലേക്ക് നോക്കി രക്ഷപ്പെട്ടുകൊള്ളുവിൻ. ഞാനല്ലാതെ ഒരു ദൈവമല്ല നലിച്ചത് കർത്താവേ. അവരാ യഥാർത്ഥമായ സത്യമൊന്ന് അറിയുവാൻ, ഉൾക്കൊള്ളുവാൻ, കീഴ്പ്പെടുവാൻ സ്വർഗത്തിലെ ദൈവമേ അവരുടെ ഹൃദയങ്ങളിലും അവിടുന്ന് പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവേ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. എന്റെ കർത്താവ് പ്രവർത്തിച്ച മഹത്വം എടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കർത്താവേ, നോർത്തിൻ്റെയിൽ പലയിടങ്ങളിൽ കർത്താവേ വളരെ കർത്താവേ പ്രയാസവും കർത്താവേ ഭാരമുള്ള വിഷയങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നല്ലോ. പ്രത്യേകിച്ച് കർത്താവേ ഛത്തീസ്ഗഡിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. സ്വർഗത്തിലെ ദൈവമേ അവിടുന്ന് ഇറങ്ങി വന്ന ആകാശം ചായച്ചിറങ്ങി വരുമാറാകണമേ. പർവ്വതങ്ങൾ പുകയാൻ കൊണ്ടുപോയി തൊടണമേ എന്ന് മനസ്സിൽ വായിക്കുന്ന പോലെ കർത്താവേ അവിടുത്തെ അത്ഭുതത്തിന്റെ കരു ദിവസങ്ങൾ പ്രവർത്തിച്ച കർത്താവിന്റെ പുണ്യനാമം മഹത്വമെടുക്കുന്നതിനായ സ്തോത്രം. നരഭോജികളെ നരസ്നേഹികളാക്കുന്ന ആ ദൈവ സ്നേഹത്താൽ അവർ നിറയപ്പെടുവാൻ തക്കണം സ്വർഗത്തിലെ ദൈവമേ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ അപ്പച്ചന്റെ ബലമുള്ള കരത്തിലേക്ക് കർത്താവേ ഞങ്ങൾ അവരെ ഏൽപ്പിക്കും പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളെ അവരെ ഒരുപോലെ മെനഞ്ഞവൻ അവിടുന്ന്. എന്നാൽ ശത്രുവാൾ അവരുടെ ഹൃദയങ്ങളെ കുരുടാക്കി വെച്ചിരുന്നു കർത്താവേ. ആ കുരുട്ട് കണ്ണുകളെ തുറക്കുവാനാണല്ലോ അപ്പച്ചനെ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പാ. സ്വർഗത്തിലെ ദൈവമേ അവിടുന്ന് തന്നെ പ്രവർത്തിച്ച മഹത്വമെടുക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ദേവദാസന്മാരെ വിടുവിച്ച് മഹത്വമെടുക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് കൃപയ്ക്കായി സ്തോത്രം. സകല മഹത്വം അങ്ങേക്കനെ സകലവും ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ ചേർത്താവിന്റെ തന്നെ നാമത്തിൽ താഴ്മ അപേക്ഷിക്കുന്ന കൃപടകൾക്ക് പറയാകണമേ. ആമേൻ, ആമേൻ. വിഷയങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാനും സൃഷ്ടിച്ചിട്ട സമയമായല്ലോ. വിവാഹം കഴിയാനുള്ള ഒത്തിരിയും കുഞ്ഞുങ്ങള് ഒത്തിരി നമ്മുടെ പല കുഞ്ഞുങ്ങളും പ്രായപെത്തിയ കുഞ്ഞുങ്ങളുണ്ട്. ദൈവം അവർക്ക് വേണ്ടി അനുകൂലമായ വിവാഹം കൂട്ടാളികളെ തുണയെ ദൈവം ഒരുക്കുവാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുപോലെ വിവാഹം കഴിഞ്ഞിട്ട് നാളുകളായിട്ട് തലമുറയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. അവരുടെ ജീവിത അത്ഭുതം ദൈവം അയക്കുവാനായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഡൈവേഴ്സ് വിവാഹമോചനം ഇപ്പോൾ ഇഷ്ടംപോലെ വർദ്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ക്രൈസ്തവ ഭവനങ്ങളിലൊക്കെ 2 മാസം 3 മാസമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഡൈവേഴ്സ് ആയ പല കുടുംബങ്ങളും ഉണ്ട്. ഒത്തിരിയും പ്രാർത്ഥന ദിനയിൽ ഒത്തിരിയും ഡൈവേഴ്സിൻ്റെതായ ഒത്തിരിയും വിഷയങ്ങൾ വന്നിട്ടുണ്ട്. പ്രാർത്ഥന ഫലമായി പല കുടുംബങ്ങളും ഇപ്പോൾ ഒന്നിച്ചിട്ടുമുണ്ട്. അങ്ങനെയുള്ള ചില വിഷയങ്ങൾ നമ്മുടെ തലമുറകൾ വിവാഹം കഴിച്ചൊരു സ്ഥലത്ത് എത്തിച്ചു കഴിയുമ്പോൾ ചില വർഷങ്ങൾ കാരണം ചെറിയ കാരണങ്ങൾ കാരണം ചെറിയ വിഷയങ്ങൾ കാരണം പല കുടുംബങ്ങളും തകർന്ന് വല്ലാത്ത അവസ്ഥയ്ക്ക് എത്തിയിരിക്കുന്ന കുടുംബ കോടതികളിൽ ഇഷ്ടംപോലെ കേസുകൾ ഡൈവേഴ്സിന്റെ വന്നുകൊണ്ടിരിക്കുന്നു. ദൈവം അത്ഭുതം പ്രവർത്തിപ്പാനായിട്ട് ഹല്ലേലൂയ ദൈവം യോജിപ്പിച്ചതാണ്. അതിനെ യാതൊരു കാരണവശാലും ആരും വേർപിരിക്കാതെ ദൈവത്തിന്റെ കരം ആ വിഷയങ്ങളുടെ ദൈവം അയക്കുക. നാം ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഈ സെഷൻ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. വിവാഹ പ്രായമെത്തിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, തലമുറയില്ലാത്തവർക്ക് വേണ്ടി വിവാഹമോചനം വളരെ വർദ്ധിക്കുന്നു. ദൈവം ആ കുടുംബങ്ങളെ ആ കുഞ്ഞുങ്ങളെ എല്ലാം ഒന്നിച്ച് സ്നേഹത്തോടെ പോകാൻ വേണ്ടി നമുക്ക് അല്പനിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഈ പകൽക്കാലം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വിവാഹ പ്രായമെത്തിയ അനേക കുഞ്ഞുങ്ങളുണ്ട്. കർത്താവേ, അവർക്ക് വേണ്ടി ദൈവഹിത പ്രകാരമുള്ള നല്ല പ്രപ്പോസലൊക്കെ കടന്നു വരുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ തലമുറകളെ ഒക്കെ ദൈവം മാനിക്കണം. ദൈവഹിത പ്രകാരം എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുക. സ്വന്തം ഇഷ്ടപ്രകാരമല്ല കർത്താവേ, ദൈവഹിത പ്രകാരം കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട വഴികൾ ദൈവം തുറക്കണമേ. തലമുറയില്ലാതെ ഭാരപ്പെടുന്ന യേശുവിന്റെ നാമത്തില് ഒഴിവാക്കുന്ന യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ ദൈവം അവർക്ക് ദാനമായി കൊടുക്കണമേ. അത്ഭുതം സംഭവിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ദൈവം വലിയ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. വിവാഹ മോചനം ഈ ദിവസങ്ങൾ ഒത്തിരി വർദ്ധിക്കുന്നു. കർത്താവ് ഡൈവേഴ്സ് കേസുകൾ വളരെ വർദ്ധിക്കുന്നു. ക്രൈസ്തവ കുടുംബങ്ങളിൽ അത് വർദ്ധിക്കുന്നു കേൾക്കുവാനായി കർത്താവ് ഇതിന്റെ മധ്യ ദൈവം പ്രവർത്തിക്കണമേ. ദൈവം യോജിപ്പിച്ച പല കുടുംബങ്ങളെ തകർത്ത് കളയാൻ ദുഷ്ടം പദ്ധതി ഒരുക്കുന്നു. ദൈവം അതിന് മേൽ അത്ഭുതം പ്രവർത്തിക്കണമേ. കുടുംബ ജീവിതത്തിൽ കർത്താവ് കൊച്ചു വിഷയങ്ങള് വലിയ വിഷയങ്ങളായി വന്ന് കർത്താവ് തകരുന്നൊരവസ്ഥയാണ്. അതിന്റെ മധ്യ ദൈവം പ്രവർത്തിക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഈ വിഷയങ്ങളുടെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചാണ് ഞങ്ങൾ പ്രാർത്ഥിച്ച സകല വിഷയങ്ങളും പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ്
അനുഗ്രഹിക്കണമേ. ബിന്ദു സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പൂർണ്ണ സൗഖ്യത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം സഹായിക്കണമേ. കർത്താവെ, അനീഷ് പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പല ദൈവദാസന്മാരൊക്കെ കിടപ്പിലൊക്കെ ആയിരിക്കുന്നവരെല്ലാം എഴുന്നേറ്റ് കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം സഹായിക്കണമേ. പ്രാർത്ഥന സകല വിഷയങ്ങൾ വേണ്ടി കർത്താവിന്റെ കരമേ തുടർന്ന് കേൾക്കാൻ പോകുന്ന ദൈവം എന്ന് സൂക്ഷിക്കുക. അങ്ങനെ ദാസ ദൈവം ശക്തമായി ഉപയോഗിച്ചാട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ നന്ദിയോട് നമ്മൾ സ്തോത്രം പറയാം. സ്തോത്രം സ്തോത്രം പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത്രത്തോളം സമയം നമുക്ക് ദൈവസന്നിധാനത്തില് വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് കർത്താവ് സഹായിച്ചല്ലോ. പ്രാർത്ഥന ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസനോടുള്ള അവൻ നന്ദിയും വന്ദനത്തെ അറിയിക്കുന്നു. അവൻ തുടർന്നുള്ള അല്പസമയം നമുക്ക് അവൻ ദൈവവചനത്തിൽ നിന്ന് അവൻ ചില ചിന്തകളെ കേട്ടിട്ട് അവൻ പ്രാർത്ഥിച്ച് അവൻ അവസാനിപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾക്ക് അവൻ വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ്. ഞാൻ അതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നിങ്ങളെ ബലപ്പെടുത്തുവാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ നമുക്കിതിനെ കൂടി വരുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചല്ലോ. 1 പത്രോസ് 5-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 6 മുതൽ താഴോട്ടുള്ള വാക്യങ്ങള് വായിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളെ ദൈവസന്നിധാനത്തിൽ ഓർപ്പിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാനായിട്ട് ദൈവസന്നിധാനത്തിൽ താല്പര്യപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവ പൈതൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വാക്യങ്ങൾ എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പത്രോസ് ഈ ലേഖനം എഴുതുന്നത് പെർസിക്യൂഷൻ മൂലം അല്ലെങ്കിൽ ഉപദ്രവങ്ങൾ മൂലം പല സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പാർക്കുന്ന, പല സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോയിട്ടുള്ള ദൈവമക്കളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ലേഖനം എഴുതുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നത്, നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ പ്രയാസം അനുഭവിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ പെർസിക്യൂഷനെ നേരിടുന്നവരാണെങ്കിൽ ആ സാഹചര്യങ്ങളിലെല്ലാം എങ്ങനെ ഒരു ദൈവപൈതൽ റിയാക്ട് ചെയ്യണം, എങ്ങനെ ഒരു ദൈവപൈതൽ ആയിരിക്കണമെന്നാണ് ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതിൽ ആദ്യമായിട്ട് 6-ാമത്തെ വാക്യം വായിക്കുന്ന പ്രകാരമാണ്, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ? ദൈവകരത്തിന്റെ കീഴിൽ നമ്മെ തന്നെ സമർപ്പിച്ച് താഴ്മയോടെ ദൈവമുമ്പാകെ താണിരിക്കുകയാണ്, ദൈവകരങ്ങൾക്ക് കീഴിൽ താണിരിക്കുകയാണ് വേണ്ടത് എന്ന് പത്രോസ് നമ്മോട് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മെ തന്നെ ദൈവസന്നിധാനത്തിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നുവെങ്കിൽ തക്ക സമയത്ത് ദൈവം നമ്മെ ഉയർത്തുവാനായിട്ട് ഇടയായിത്തീരും. നമ്മളുടെ വിചാരങ്ങളല്ല കർത്താവിന്റെ വിചാരങ്ങൾ എന്ന് നമുക്കറിയാം. ഹല്ലേലൂയ. നമ്മൾ കരുതുന്നതല്ല തക്ക സമയം എന്ന് നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാകാം. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സമയമാണ് ഏറ്റവും പെർഫെക്റ്റ് സമയം എന്നുള്ളത്. അതുകൊണ്ട് ദൈവസമയത്തിന് വേണ്ടി എപ്പോഴും ഹല്ലേലൂയ ശ്രദ്ധയോടുകൂടി ഇരിക്കുന്നവരായിരിക്കണമെന്ന് ദൈവവചനം നമ്മെ പ്രബോധിപ്പിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് അടുത്ത വചനത്തിൽ പ്രകാരമാണ്, നമ്മളുടെ സകല ചിന്താകുലങ്ങളും ദൈവത്തിന്റെ മേലെ ഇട്ടുകൊള്ളണം. ഹല്ലേലൂയ. കഷ്ടം അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന ജനത്തോട് പത്രോസ് പറയുന്ന പ്രകാരമാണ്, നിങ്ങൾക്കായിട്ട് ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? കരുതുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ ചിന്തകളും, നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും, എല്ലാ ചിന്താകുലങ്ങളും ദൈവസന്നിധാനത്തിലേക്ക് കൊടുക്കണമെന്ന് ഈ വചനം നമ്മെ പ്രബോധിപ്പിക്കുന്നു. കാരണം എന്താണ്? അവൻ നിങ്ങൾക്കായി കരുതുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി കരുതുന്നുണ്ട്. നമുക്ക് വേണ്ടി ഈ ലോകത്തിൽ ആരും കരുതിയില്ലെങ്കിലും ഹല്ലേലൂയ ഒരുപക്ഷെ നമ്മള് ഫിനാൻഷ്യലി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവര് നമ്മുടെ ഫിനാൻഷ്യലി പ്രയാസങ്ങളിലൂടെ കടന്നു വരുമ്പോൾ പക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം, അവന്റെ ദൈവമേ എനിക്ക് വേണ്ടി ഒന്ന് കരുതാൻ ആരുമില്ല, അല്ലെങ്കിൽ എന്റെ മാതാപിതാക്കൾ എനിക്ക് വേണ്ടി കരുതി വെച്ചില്ലല്ലോ. അങ്ങനെയുള്ള പല ചിന്തകളും പിശാച് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരുവാനായിട്ട് താല്പര്യമുണ്ട്. എന്നാൽ ഇന്ന് പകലിൽ ഹല്ലേലൂയ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുവാൻ, ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ പ്രബോധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രകാരമാണ്. പ്രിയമുള്ളവരെ, ആരും നമുക്ക് വേണ്ടി കരുതിയില്ലെങ്കിലും നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാ ചിന്താകുലങ്ങളും ഇന്ന് പകലിൽ ദൈവസന്നിധാനത്തിൽ കൊടുക്കുവാൻ നമ്മൾ തയ്യാറായിരിക്കണം. അടുത്ത കാര്യം, 3-ാമത്തെ കാര്യം ഇപ്രകാരമാണ്, നിർമ്മതരായിരിക്കണം. ഉണർന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിർമ്മതരായിരിപ്പിൻ,
അവൻ ഉണർന്നിരിപ്പിൻ എന്നാണ് നമുക്ക് കാണുന്നത്. നിർബന്ധമായിരിക്കുക എന്ന് പറഞ്ഞാൽ ബി സോബർ എന്നാണ്, അതായത് അവൻ വിജിലന്റ് ആയിരിക്കുക. ഒരു ബി സോബർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സുബോധത്തോടെ ഇരിക്കുക, അല്ലെങ്കിൽ സുബോധത്തോടും അവൻ ഉണർന്നിരിക്കുക എന്നാണ് അവിടെ നമുക്ക് കാണുന്നത്. ഒരു അവൻ ദൈവത്തിൽ എപ്പോഴും ഉണർന്നിരിക്കണം, അവൻ സുബോധത്തോടു കൂടെ ആയിരിക്കണം. കാരണം എന്താണെന്ന് അറിയാവോ? കാരണം നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നു. നമുക്കെപ്പോഴും ഒരു ശത്രു ഉള്ളത് കൊണ്ട്, നമുക്കെപ്പോഴും ഒരു പ്രതിയോഗി ഉള്ളത് കൊണ്ട് നമ്മൾ ഉണർന്നിരിക്കണം. സുബോധത്തോടുകൂടെ ആയിരിക്കണം. ലോകത്തിന്റെ പല കാര്യങ്ങളും നമ്മെ ഒരുപക്ഷെ നമ്മുടെ സുബോധത്തിൽ നിന്ന്, അല്ലെങ്കിൽ ദൈവസന്നിധാനത്തിൽ ദൈവത്തോടുള്ള കോൺസെൻട്രേഷനിൽ നിന്ന് നമ്മെ മാറ്റിക്കളയുവാനായിട്ട് ഈ ലോകത്തിനുള്ള പലതും ഒരുപക്ഷെ ശ്രമിച്ചേക്കാം. എന്നാൽ അതിന്റെ എല്ലാം നടുവിൽ സുബോധത്തോടുകൂടെ ഉണർന്നിരിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ സഹായിപ്പാനായിട്ട് ഇടയായിത്തീരും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അടുത്ത കാര്യം എന്ന് പറയുന്നത് ഹല്ലേലൂയ, വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിരിക്കണം എന്നാണ് പറയുന്നത്. വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിനാവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പിൻ. ഹല്ലേലൂയ. വിശ്വാസത്തിൽ ഏതെല്ലാം കഷ്ടപ്പാട് വന്നാലും, ഇവിടെ പത്രോസ് ഈ പെർസിക്യൂഷന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിയായിട്ട് പറയുന്നത് പിശാചിനെയാണ്. പ്രൈസ് ദി ലോർഡ്. അവരെ ഉപദ്രവിക്കുന്നത് മനുഷ്യരാണെങ്കിൽ പോലും പത്രോസ് അതിന്റെ കാരണക്കാരനായിട്ട് ഇവിടെ പറയുന്നത് പിശാചിനെയാണ്. നമുക്ക് മുകളിലത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചപ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ പിശാചിനോട് എന്ത് ചെയ്യണം? എതിർത്ത് നിൽക്കണം. എതിർത്ത് നിൽക്കുമ്പോൾ തന്നെ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിരിക്കണം. നമ്മൾ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത്, അല്ലെ? പത്രോസ് പറയുന്ന പോലെ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറയുന്ന പോലെ, നമ്മൾ എന്താണ് വിശ്വസിച്ചിരിക്കുന്നത്, ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നതെന്ന് ഹല്ലേലൂയ അതിനെക്കുറിച്ചൊരു സ്ഥിരതയുള്ളവരായിരിക്കണം. അതിനെക്കുറിച്ച് വിവരിക്കാൻ പോയാൽ അത് മറ്റൊരു പുസ്തകമാണ്. അതുകൊണ്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. നമുക്കറിയാം, നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ കർത്താവിനെ നമ്മൾ അറിയണം. ഹല്ലേലൂയ. നമ്മൾ എന്താണ് വിശ്വസിക്കുന്നതെന്ന് നമ്മൾ അറിയണം. അതിൽ സ്ഥിരതയുള്ളവരായിരിക്കണം എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇങ്ങനെ ആയിരിക്കുമ്പോൾ 10ാമത്തെ വാക്യം പറയുന്നു, ഇങ്ങനെ ആയിരിക്കുമ്പോൾ എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ഇങ്ങനെ നമ്മൾ ആയിരിക്കുമ്പോൾ ദൈവം നമ്മെ എന്ത് ചെയ്യും? ശക്തീകരിക്കുവാനായിട്ടിടയായിത്തീരും. ദൈവകരങ്ങളുടെ കീഴിൽ താണിരിക്കുമ്പോൾ, ചിന്താകുലങ്ങളെല്ലാം ദൈവസന്നിധാനത്തിൽ ഏൽപ്പിക്കുമ്പോൾ, സുബോധത്തോടെ ഉണർന്നിരിക്കുന്നവരെ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി നമ്മൾ നിലനിൽക്കുമ്പോൾ, ദൈവം നമ്മെ എന്ത് ചെയ്യും? ഉറപ്പിച്ച് ശക്തീകരിക്കുവാനായിട്ടിടയായിത്തീരും എന്ന് ഈ വേദഭാഗത്ത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ അല്പസമയം ദൈവസന്നിധാനത്തിലായിരിക്കും ദൈവം കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിച്ച് ഇന്ന് പകലിൽ ജീവിക്കുവാൻ ആവശ്യമായിരിക്കുന്ന ആത്മീയ ആഹാരം ലഭിക്കുവാൻ തക്കവണ്ണം ദൈവം കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ മീറ്റിംഗിന്റെ ആദ്യം മുതൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയും വന്ദനത്തെ അറിയിക്കുന്നു. വർഷിപ്പ് ലീഡ് ചെയ്ത ജോമിസ്റ്റോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥന ചെയ്ത ഹല്ലേലൂയ ബെൻസൺ പാസ്റ്ററോടുള്ള നന്ദിയും വന്ദനത്തെ അറിയിക്കുന്നു. അതുപോലെ പ്രാർത്ഥിച്ച് സഹായിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയെ വന്ദനത്തെ അറിയിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുവാനായിട്ട് പോവുകയാണ്. ബ്രദർ MM സാജു ഫ്രം ഡൽഹി, അദ്ദേഹം പ്രാർത്ഥിച്ച് ആശീർവാദത്തോടുകൂടെ ഇന്നത്തെ ഹല്ലേലൂയ പ്രഭാത പ്രാർത്ഥന നമുക്ക് അവസാനിപ്പിക്കാം. കർത്താവിന്റെ ദാസനെ ക്ഷണിച്ചോളൂ. അത്യുന്നതനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാത സമയത്തിനായി ഞങ്ങൾ അങ്ങ് നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയുടെ തണലിൽ കടന്നു വന്ന അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഒരവസരം കൂടി ഞങ്ങൾക്ക് തന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ അത്ഭുതകരമായ കരുമ ഈ പ്രഭാതത്തിൽ കാണുവാൻ തക്കവണ്ണം സഹായിച്ചുവല്ലോ. മീറ്റിംഗ് ലീഡ് ചെയ്യാൻ തക്കവണ്ണം എൽദോ പാസ്റ്റർ സഹായിച്ചതിനായി സ്തുതിക്കുന്നു കർത്താവേ. വർഷിപ്പ് ലീഡ് ചെയ്യുവാൻ ജോമിസസ് സഹായിച്ചുവല്ലോ നാഥ. മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്യാൻ തക്കവണ്ണം ബെൻസൺ പാസ്റ്റർ സഹായിച്ചല്ലോ. അതെ, ഇന്ന് പ്രഭാതം അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നീ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരുന്നതിനായി സ്തുതിക്കുന്നു കർത്താവേ.
ഹാലേലൂയ. അനേക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, അനേക വിഷയങ്ങൾ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിപ്പാൻ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ സഹായിച്ചുപോലെ ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളെ എല്ലാം അവിടുന്ന് ശ്രദ്ധ വെച്ച് കേൾക്കുകയും അങ്ങയുടെ അദൃശ്യമായ കരം ആ വിഷയത്തിന്റെ മേൽ പ്രവർത്തിക്കുകയും ചെയ്തിരിക്കാൻ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ് നാഥ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചതായ വിഷയങ്ങളുടെ മേല് അങ്ങയുടെ അദൃശ്യകരം നീട്ടപ്പെടുന്നത് ഞങ്ങൾ ആത്മാവിൽ അറിയുകയാണ്. ഹല്ലേലൂയ. യാത്ര ചെയ്യുന്നവരോട് സാന്നിധ്യം ഇരിക്കണമേ. രോഗികൾക്ക് സൗഖ്യം കൊടുത്ത് സഹായിക്കുമാറാകണമേ. അനേക വിഷയങ്ങൾ, കടഭാരങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് വിഷയങ്ങളെല്ലാം ഏറ്റെടുത്തിരിക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നു നാഥ. വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്കായി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ല ആരോഗ്യം ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ അനുഭവിക്കുന്ന എല്ലാ ശാരീരിക അസ്വസ്ഥത അവരെ വിടുവിക്കുമാറാകണമേ. ഹല്ലേലൂയ. അതേ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കടഭാരങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരം നീട്ടി ഹല്ലേലൂയ എല്ലാവരെയും ഈ കടക്കണിയിൽ നിന്നെല്ലാം, സാമ്പത്തികമായ ഞെരുക്കത്തിൽ നിന്നെല്ലാം പുറത്തെടുക്കണമേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹാലേലിയ. ബെൻസമാസ്റ്റർ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകന് ഹാലിലെ പൂർണ്ണമായ വിടുതൽ അവിടുന്ന് കൽപ്പിക്കണമേ. ബിന്ദു സിസ്റ്റർ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സഹായിച്ചുവല്ലോ കർത്താവേ. ഹാലിൽ ചില നാളുകൾ കൂടെ ബെഡ് റെസ്റ്റ് വേണമെന്ന് അറിഞ്ഞു. ഒരു പൂർണ്ണമായ വിടുതൽ കൽപ്പിക്കണമേ. നീയല്ലോ ഞങ്ങളുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തുന്ന ദൈവം. യാക്കോബിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാൻ കഴിവുള്ളവൻ നീയാണ് കർത്താവേ. നിന്റെ മകളെ രോഗക്കെടുക്കൽ നിന്നും എഴുന്നേൽപ്പിക്കുമാറാകണം. ഹാലേലിയ. നേരത്തെ അതിലും ശക്തമായി പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം നിന്റെ മകളുടെ കൈകാലുകളെ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത വചനങ്ങൾക്കായി സ്തോത്രം കർത്താവേ. കഷ്ടതയുടെ നടുവിൽ ഞങ്ങളായിരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഈ പ്രഭാതം ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. ദൈവസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുവാനും തക്ക സമയത്ത് ഉയർത്തപ്പെടുവാനും ഹല്ലേലൂയ ഞങ്ങളെ സഹായിക്കുമാറാകണമേ കർത്താവേ. ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട് എന്ന് കേൾക്കുവാൻ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ സഹായിച്ചുവല്ലോ. നന്ദിയോടെ സ്തുതിക്കുകയാണ്. കരുതപ്പെടേണ്ട പലരും മാറിപ്പോകുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നതായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. ഹാലേലിയ. ഉണർന്നിരിക്കുവാൻ, ഹാലേലിയ സ്വബോധത്തോടു കൂടി ആയിരിക്കാൻ, യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് കേൾക്കുവാനെല്ലാം ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. എൽദപാശകുടമായി ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു മിനിസ്ട്രിയെ സ്വർഗം അനുഗ്രഹിക്കുമാറാകണം. ഇന്ന് മീറ്റിംഗിൽ പങ്കെടുക്കുന്ന സകലരെയും ഒരുപോലെ സ്വർഗം അനുഗ്രഹിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ബെൻസൺ പാസ്റ്റർ ആശീർവാദം പറഞ്ഞു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കരുണയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നമ്മളും സകല വിഷയങ്ങളും എല്ലാ വിശുദ്ധന്മാരുടെ മേലും എന്നും കൊണ്ടാമാറാകട്ടെ. ആമേൻ. എല്ലാവരെയും കർത്താവ് വീണ്ടും നമുക്ക് പ്രാർത്ഥനയിൽ മുന്നേറാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. हर एक क्षण में, हर एक दिन में मेरा यीशु करीब है। गाइए। हर एक बात में, मुश्किल हालात में मेरा यीशु साथ है। हर एक क्षण में, हर एक दिन में मेरा यीशु करीब है। हर एक बात में, मुश्किल हालात में मेरा यीशु साथ है। तू काफी है अब मुझे, तू काफी था मेरे लिए, तू ना छोड़ेगा कभी मुझे, तेरा ये वादा है। हर एक दिल में, सारे जुबान पे यीशु तेरा नाम रहे। हर एक शहर में, सारे देश में यीशु तू अब राज करे।